ഒരു കഥ പറയാമേ. ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥയാണ്. ഇസ്രായേലും ഫെലിസ്തീനും തമ്മിൽ യുദ്ധം നടക്കുന്ന കാലമായിരുന്നു കേട്ടോ. ഫെലിസ്തീനരുടെ പക്ഷത്ത് ഒരു ഭീമനായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായിരുന്നു. പേര് ഗോലിയാത്ത്. അയാൾ ഭയങ്കര ഉയരവും ഭയങ്കര ശക്തിയൊക്കെയുള്ള ഒരു ഭയപ്പെടുന്ന ഒരു രൂപമൊക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നു കേട്ടോ. അയാള് എല്ലാ ദിവസവും ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നു, എന്നെ നേരിടാൻ ആരെങ്കിലും വരട്ടെ, തോൽപ്പിക്കാൻ നിങ്ങൾക്കാകുമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടേതാന്ന് പറഞ്ഞു. അപ്പൊ ഇസ്രായേൽക്കാർക്കൊക്കെ മൊത്തത്തിൽ പേടിയായി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ദാവീദ് വരുന്നത്. ദാവീദിന്റെ ഒരു ചെറിയ ബാലനാണ്, ദാവീദിന്റെ ഒരു സൈനികനൊന്നുമല്ല. ഒരു ദിവസം അവരുടെ സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് യുദ്ധഭൂമിയിൽ വന്നതായിരുന്നു ദാവീദ്. അവിടെ ഗോലിയാത്ത് ദൈവത്തിനെയും ഇസ്രായേലിനെയും പരിഹസിക്കുന്ന കണ്ടപ്പോൾ ദാവീദിന്റെ മനസ്സിൽ അങ്ങ് ദേഷ്യം വന്നു. അപ്പൊ ദാവീദ് പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തെ അപമാനിക്കാൻ ഈ ഭീമന് ആരാണ് അധികാരം കൊടുത്തതെന്ന്. എല്ലാരും അവനെ ഒന്ന് ചിരിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നീ ചെറുതാ, നീ ഒരു കുട്ടിയാണ്, നിനക്കൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദാവീദിന് ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം ഏത് ഭീമനേക്കാൾ വലുതാണ് അല്ലെ. അപ്പൊ അങ്ങനെ രാജാവ് അവസാനം ദാവീദിനെ പോരാട്ടത്തിന് അനുമതി നൽകി. ആരോടുമായിട്ട് എതിരിടാൻ? നമ്മുടെ ഗോലിയാത്തുമായിട്ട് ഇടപെടാൻ. ദാവീദ് ഭയങ്കര ഭാരമേറിയ ആയുധങ്ങളൊന്നും ഉപയോഗിച്ചില്ല. അവൻ എടുത്തത് ഒരു പഴയ സ്ലിങ്ങും ഒരു 5 മിനുസമുള്ള കല്ലും പിന്നെ ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു. ദാവീദ് ഗോലിയാത്തിനോട് അപ്പോൾ ഇങ്ങനെ യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ പറയുക, നീ വാളുകൊണ്ടും കുന്തം കൊണ്ടും വരുന്നു, എന്നാൽ ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് സ്ലിംഗ് ചുറ്റിയിട്ടൊരു കല്ലെറിഞ്ഞു. അത് ഗോലിയാത്തിന്റെ നെറ്റിയിൽ തട്ടി ഭീമൻ നിലത്ത് വീണു. ദാവീദ് വിജയിച്ചു. ശക്തിയാലല്ല, ആയുധങ്ങളാലല്ല. ദാവീദ് വിജയിച്ചത് പക്ഷെ ശക്തിയാലല്ല, ആയുധങ്ങളാലുമല്ല, പക്ഷെ വിശ്വാസത്താലാണ്. ഇത് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ കുറേ ഭീമന്മാരുണ്ട് അല്ലേ. പേടി, പരാജയം, പ്രശ്നങ്ങൾ, സംശയം എല്ലാം. ചിലപ്പോൾ നമുക്കിതൊക്കെ ചെറുതാണെന്ന് തോന്നാം, നമ്മൾ ചെറുതാണെന്ന് തോന്നാം, ആരെങ്കിലും നമ്മെ താഴെയാക്കും തോന്നാം. പക്ഷെ നമ്മൾ ഓർക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തോക്കത്തില്ല.